ഇരുവൃക്കകളും തകർന്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ കഴിയുന്ന തോയമ്പൽ സ്വദേശി അനീസിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് ആറങ്ങാടി അർഹമ സെന്റർ 1 ലക്ഷം രൂപ കൈമാറി. ഇരുവൃക്കകളും തകർന്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ കഴിയുന്ന തോയമൽ സ്വദേശി അനീസിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് ആറങ്ങാടി അർഹമ സെന്റർ 1 ലക്ഷം രൂപ കൈമാറി. അർഹമ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി വേണുഗോപാലൻ, കൺവീനർ മുൻ നഗരസഭാ കൌൺസിലർ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർക്ക് അർഹമ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി തുക കൈമാറി. തുടക്കത്തിൽ നമുക്ക് നല്ലൊരു സാമ്പത്തിക നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു ആവശ്യം ഡെയിലി തരണം വരും. നമുക്ക് ഏതാണ്ട് 9 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തു. പിന്നീട് ആ സമയത്ത് 9 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തു. പിന്നീട് അനീഷിന് ഈ ഡോണർ കിട്ടാതെ പ്രശ്നം വന്നു. ഡോണർ കിട്ടാതെ പ്രശ്നം വന്ന സമയത്ത് പിന്നെ നമ്മുടെ ചികിത്സക്ക് പോകുന്നത് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. മറ്റ് ലേഖ ആശുപത്രിയിൽ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അങ്ങനെ നമ്മുടെ ചികിത്സ സർക്കാരിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത പോലെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ ആയിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് തോന്നും. അതുമാത്രമല്ല, അതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ ഇടയിലെ ചില ആളുകൾ അന്വേഷിച്ച് വലിയ പൈസക്കാരനാണ്, സ്വത്ത് വീണ്ട് നമ്മൾ സഹായിക്കേണ്ടതില്ല എന്ന രീതിയിൽ ഒരു ഉപ്പതെന്ന് നിർണ്ണയിക്കുന്നു. നമ്മുടെ പല നിർവ്വഹിച്ച നമ്മൾ ഡിഫൻഡ് ചെയ്താണ്. അങ്ങനെ സംഭവമില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിർമ്മാണ കരാർ മേഖലകളിൽ സജീവമായിരുന്ന ആരോഗ്യ ദൃഢഗാത്രനായ അനീസിന് 1 വർഷം മുമ്പാണ് തീർത്തും അപ്രതീക്ഷിതമായി വൃക്കരോഗം പിടികൂടിയത്. ഇതോടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടു. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ചികിത്സയ്ക്ക് വേണ്ടി വിറ്റഴിക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ മാതാവിനും വൃക്കരോഗം ബാധിച്ചതോടെ ജീവിതം ദുസ്സഹമായി. ഇതേ തുടർന്ന് നഗരസഭാ കൌൺസിലർ M. ബൽരാജിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സ പൂർത്തിയാക്കാനുള്ള പ്രയത്നത്തിലാണ്. അർഹമ സെന്റർ ജനറൽ കൺവീനർ AK മുഹമ്മദ്, ട്രഷറർ MK റഷീദ് ഹാജി, T. അബൂബക്കർ ഹാജി, അലങ്കാർ അബൂബക്കർ ഹാജി, T. റംസാൻ, AP കരീം, T. അബ്ദുൽ അസീസ്, MK അഷ്റഫ് കോട്ടക്കുന്ന്, MM മുഹമ്മദ് കുഞ്ഞി ഹാജി, ഇബ്രാഹിം പള്ളിക്കര, T. അന്തുമാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.